ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ. ദുബായ് ഗ്ലോബൽ വില്ലേജിലാണ് ഞങ്ങൾ പോയത്. ഒരു ഈവനിങ് വൈകുന്നേരമാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തുന്നത്. ഇത് ദുബായിൻ്റെ സ്കൈ ലൈനാണ്, സന്ധ്യാസമയത്തുള്ള സ്കൈ ലൈനാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. എല്ലാം ലൈറ്റും, ബുർജ് ഖലീഫ ഫുൾ ലൈറ്റഡ് ആയിരുന്നു. ഓരോ ബിൽഡിങ്ങിൻ്റെ മേലുള്ള ലൈറ്റും എന്ത് ഭംഗിയാണ്. ഈവൻ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ് ആണിത്, അവിടെയും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ് പാർക്ക് ചെയ്ത് എൻട്രൻസിലേക്ക് നമുക്കൊരു ഷട്ടിലുണ്ട്, റിക്ഷയാണ് ഷട്ടിൽ സർവീസ്. അപ്പോൾ ഞങ്ങൾ അതിൽ പോയി എൻട്രൻസിലെത്തി. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജിൽ. ആദ്യം ഞങ്ങൾ കയറിയ പവലിയൻ സിറിയൻ്റെ ആയിരുന്നു. ഇതൊക്കെ അവരുടെ ഡ്രസ്സ്, അവരുടെ ഫുഡ് അങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇത് കുനാഫയാണ്, നല്ല വലിയ കുനാഫയാണ്. സിറിയൻ്റെ സ്വീറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കുനാഫ എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പിയാണിത്, സോഫ്റ്റ് അല്ല, നല്ല ടേസ്റ്റാണ്. അവരുടെ ബക്കലാവയ്ക്കാണെങ്കിലും കുനാഫയാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് അവരുടെ സ്വീറ്റ്സ്. ബക്കലാവയൊക്കെ പല ടൈപ്പ് ഉണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ടൈപ്സ് ഓഫ് ബക്കലാവ ഉണ്ടായിരുന്നു. ഒരാൾ അവിടെ ഇരുന്ന് ലൈവായിട്ട് കുനാഫ ഉണ്ടാക്കുകയാണ്, ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രസമാണ് ഈ കുനാഫ ഉണ്ടാക്കുന്നത് കാണാൻ. നന്നായിട്ട് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുമെന്ന് തോന്നുന്നു. എനിക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ വലിപ്പം കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തില്ല അത്. എന്ത് ഭംഗിയായിട്ടാണ് ഉണ്ടാക്കുന്നതല്ലേ. ക്രിസ്പിയായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് സിറിയൻ ഐസ്ക്രീമാണ്. ഇത് ബക്കലാവിൻ്റെ മേലെ ഐസ്ക്രീം. ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ഐസ്ക്രീം മേക്കിംഗ് ആണെന്ന് തോന്നുന്നു. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെയാണ് പെർഫോമൻസസ് ഒക്കെ നടക്കാറുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റും ഒക്കെ ഇവിടെ വന്ന് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഷാറുഖ് ഖാനൊക്കെ ഇവിടെ വരാറുണ്ട്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഗ്ലോബലാണ്. പല പല രാജ്യങ്ങളും ഉണ്ടാവും. അവരുടെ പവലിയൻസ് ഉണ്ട്, അവരുടെ ഷോപ്പിംഗ്, ഫുഡ്, കൾച്ചറ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. എല്ലാ കൺട്രീസും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എല്ലാ ഡിസ്പ്ലേയും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു നല്ലൊരു കൾച്ചറൽ മീറ്റാണത്. പല കൾച്ചേഴ്സും മീറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ഗ്ലോബൽ വില്ലേജ്. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് കൊറിയൻ്റെ പവലിയനിലേക്കായിരുന്നു. ഫുഡും കൾച്ചറുമാണ് ഏറ്റവും കൂടുതൽ ഞാനിവിടെ കണ്ടിട്ടുള്ളത്. ഇത് കൊറിയൻ്റെ പവലിയനിൽ അവരുടെ ഓരോ കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള കുറേ ചെറിയ ചെറിയ സാധനങ്ങളാണ്. അവരുടെ ഡ്രസ്സ്, പിന്നെ സ്കിൻ കെയർ, കൊറിയൻ സ്കിൻ കെയർ വളരെ ഫേമസ് ആണല്ലോ. ഒരുപാട് സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ട്. മാസ്ക്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ആ പവലിയനിലുണ്ടായിരുന്നു. സ്കിൻ കെയർ കഴിഞ്ഞ് അടുത്ത് വരുന്നത് അവരുടെ സ്ട്രീറ്റ് ഫുഡാണ്. കൊറിയൻ സ്ട്രീറ്റ് ഫുഡും വളരെ ഫേമസ് ആണല്ലോ. അപ്പുറത്ത് നൂഡിൽസും റാമനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഇത് കണ്ടപ്പോൾ എനിക്കിത് അത്ഭുതമാണ്. ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നത് മോച്ചിയാണത്രേ. ആക്ച്വലി അത് ജാപ്പനീസാണ്, പക്ഷേ ഇത് അവരുടെ കൊറിയൻ വേർഷനാണത്രേ. അപ്പോൾ അതൊന്ന് ട്രൈ ആണെന്ന് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് വീതം ട്രൈ ചെയ്യാണ്. പ്രത്യേകിച്ചൊരു ഫ്ലേവറൊന്നും അതിനുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കൊറിയൻ ആർട്ടിസ്റ്റ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം നോക്കി നിന്ന് ഞങ്ങൾ അടുത്ത പവലിയനിലേക്ക് പോയി. ഇത് തായ്ലൻഡിൻ്റെ പവലിയനാണ് കേട്ടോ. ഇവിടെയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് കുഞ്ഞു കുഞ്ഞു ഹെയർ പിൻസ് അതൊക്കെയാണ്. ഡ്രസ്സ് ഇഷ്ടം പോലെ, നല്ല ക്വാളിറ്റി ഡ്രസ്സസ്, നല്ല ഡിസൈന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസും നല്ലതായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു എല്ലാം. കുറച്ചൊന്നുമില്ല, നന്നായിട്ട് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ നല്ല കളക്ഷൻസ് ആയിരുന്നു.
കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു തായ്ലൻഡിൽ. പിന്നെ അവരുടെ ഫുഡ് പറയേ വേണ്ട, ഇഷ്ടം പോലെ ഫുഡായിരുന്നു. ഇത് മാംഗോൻ്റെ മാത്രമുള്ളൊരു സ്റ്റോളാണ്. മാംഗോ കണ്ടല്ലോ, ഫിയസ്റ്റ. കുറേ മാംഗോൻ്റെ ഐറ്റംസ് ആയിരുന്നു. ഷേക്ക്, കട്ട് പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വേറെ ഒരു സ്റ്റോളാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള, തായ്ലൻഡിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു ഫ്രൂട്ട് സ്റ്റോളാണ്. ധാരാളം കട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ച്, പേരയ്ക്ക, പിന്നെ ഇത് ആപ്പിള്, കുറേ ഫ്രൂട്ട്സ്, ചക്ക ഒക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കളർഫുള്ളായിട്ട് ഇരിക്കുന്നു. റെഡ്, ഓറഞ്ച്, യെല്ലോ ഒക്കെ ആകുമ്പോൾ കിവി ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാട്ടർമെലൺ. ഇത് മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ തായ്ലൻഡിൽ നിന്ന് കഴിച്ച ആ ടേസ്റ്റ്, ഒത്തൻറ്റിക് ടേസ്റ്റ് ഇതിനുണ്ടായിരുന്നില്ല. ഇത് മാംഗോ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഫ്രൂട്ട്സും എല്ലാം ഇങ്ങനെ തന്നെ തായ്ലൻഡിലും വെച്ചിട്ടുണ്ട്, അതേപോലെയാണ് ഇവിടെയും വെച്ചിട്ടുള്ളത്. ഇത് വിയറ്റ്നാമിൻ്റെ സ്റ്റോളാണ് കേട്ടോ. ഇവിടെ കോക്കനട്ടാണ് മെയിൻ. ഇവർ വെറും കോക്കനട്ടിനെ പ്രൊമോട്ട് ചെയ്യാണ്. കരിക്ക് മൊത്തമായിട്ടും ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. കരിക്കിൻ്റെ വെള്ളം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കോക്കനട്ട് ഐസ്ക്രീം, കോക്കനട്ട് ഷെയ്ക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ. കോക്കനട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് ഇവരെ നോക്കി പഠിച്ചാൽ മതി. നമുക്ക് എത്ര കോക്കനട്ട് ഉള്ളതാണ് നാട്ടിൽ, അതൊക്കെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്താൽ എന്ത് രസമായിരിക്കും. ഭംഗിയായിട്ട് കോക്കനട്ടിനെ അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നു വിയറ്റ്നാം. ഈവൻ തായ്ലൻഡും കോക്കനട്ടിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും വേറെ സ്റ്റോൾ ഞാൻ കണ്ടു കോക്കനട്ടിൻ്റെ പ്രോഡക്ട്സ്. തായ്ലൻഡിൻ്റെ മാംഗോ സ്റ്റോളിൽ നിന്ന് ഞാനൊരു മാംഗോ ബബിൾ ടീ ഓർഡർ ചെയ്തു. അതും അത്രയ്ക്ക് അങ്ങ് പോരായിരുന്നു, പക്ഷേ ഓക്കെ. എല്ലാ ഫുഡ് കോർട്ടിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. കാരണം പലതരം ഫുഡ് നമുക്കിവിടെ ട്രൈ ചെയ്യാം. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇവിടെയാണ് കാർണിവൽ ഗ്രൗണ്ട്. ഇവിടെ കുറേ റൈഡ്സ് ഉണ്ട്. വലിയ ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. റൈഡ്സൊക്കെ ഇഷ്ടം പോലെ റൈഡ്സ് ആയിരുന്നു. കുട്ടികൾക്കുള്ള റൈഡ്സും വലിയ ആളുകൾക്കുള്ള റൈഡ്സൊക്കെ ആളുകൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു ആഫ്രിക്കൻ പവലിയനാണ്. അവരുടെ ഓർഗാനിക് സോപ്പാണത്. ഓരോ കൺട്രീസിൻ്റെ പവലിയൻ്റെ പുറത്തും അവരവരുടെ ഫുഡ് സ്റ്റോൾസ് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ചൈനീസ് ഡൈനമൈറ്റ് ഷ്രിംപ്, പാസ്ത ഒക്കെ ഉണ്ടായിരുന്നു. ഡൈനമൈറ്റ് ഷ്രിമ്പിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യൻ്റെ പവലിയനാണ്. ഇന്ത്യൻ്റെ പവലിയൻ ഗ്ലോബൽ വില്ലേജിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണെന്ന് തോന്നുന്നു. വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ലൊരു പവലിയൻ, നല്ല എലഗൻറ്റോട് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ കൺട്രീസിൻ്റെ കൂടിയും നല്ല എടുപ്പോട് കൂടി നിൽക്കുന്നുണ്ട് നമ്മുടെ പവലിയൻ. പക്ഷേ ഉള്ളിൽ ധാരാളം ജ്വല്ലറി, ക്ലോത്ത്സ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ആയിരുന്നു. പക്ഷേ എക്സ്പെൻസീവ് ആയിരുന്നു, ഭയങ്കര വിലയായിരുന്നു. അതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. പുറത്ത് നമ്മുടെ ഫുഡ് കോർട്ടാണ്, ഇന്ത്യൻ ഫുഡ് കോർട്ടാണ്. ദോശ, അപ്പം, വടാപ്പാവ് എല്ലാം ഉണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. മൊറോക്കോയും നല്ല പവലിയൻ ആയിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അവരുടെ ബോഡി സ്ക്രബ്ബ്, ബോഡി ക്രീം, ലിപ് ടിൻറ്റും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത് ടർക്കീൻ്റെ പവലിയനാണ്. അവരുടെ പുറത്താണിത്. അവരുടെ ചെസ്നട്ട് ചുട്ടെടുക്കുകയാണിത്. അവിടെ സ്ട്രീറ്റിൽ ടർക്കിയിൽ നമ്മൾ കാണുന്ന ചെസ്നട്ട് എവിടെ എല്ലായിടത്തും കാണും അത്. അതേപോലെ ഇവിടെ അതാണ്. പിന്നെ അവരുടെ മസിൽസ്, കടുക്കയാണത്. അത് കടുക്ക കൊണ്ട് അവരെന്തോ ചെയ്യുകയാണ്, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ കടുക്ക കൊണ്ട് അത് ചെയ്യുന്നത് കണ്ടപ്പം ഒരു ക്യൂരിയോസിറ്റി, അപ്പം ഞാനൊന്ന് റെക്കോർഡ് ചെയ്തു.
അതിൻ്റെ അടുത്തായിരുന്നു തായ്ലൻഡിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് തായ്ലൻഡിൻ്റെ സ്ട്രീറ്റ് ഫുഡിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അവരുടെ ഗ്രില്ല്, ഷ്രിമ്പ്, സ്ക്വിഡ്, ഒക്ടോപ്പസ് അങ്ങനെ എല്ലാം ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്ന സ്ട്രീറ്റ് ഫുഡ്സ്, നൂഡിൽസ്, അതിന് മാത്രം പ്രത്യേകിച്ചിട്ടൊരു സ്ട്രീറ്റ് ഫുഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അസാധ്യ തിരക്കായിരുന്നു. അവർക്കും ഒരു കോക്കനട്ടിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. ഇതേപോലെ കരിക്കും എല്ലാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തായ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. മാംഗോൻ്റെ വേറൊരു സ്റ്റോൾ ഇതേ വരുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഗ്ലോബൽ വില്ലേജിൽ അപാരം തന്നെയാണ് കേട്ടോ. ഇതൊരു പുറകിലുള്ള കനാലിലുള്ളൊരു ലൈറ്റ് ഷോയാണ്. വളരെ കളർഫുള്ളും വൈബ്രൻറ്റുമാണ് ഗ്ലോബൽ വില്ലേജ്. എന്ത് ഭംഗിയല്ലേ അതിൻ്റെ ലൈറ്റ്, നല്ല കളർഫുള്ളായിരുന്നത്. മുഴുവനായിട്ട് നമുക്ക് എല്ലാ പവലിയനിലും കയറാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ഒരു എനർജി ഉണ്ടായിരുന്നില്ല. കുറേയൊക്കെ കയറി, ഇനിയും കുറേ പോകാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഫൈനലായിട്ടുള്ള ഫയർ വർക്ക്സ് ആണ്. ഗ്ലോബൽ വില്ലേജിലെ ഫയർ വർക്ക്സ് നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അവരുടെ ഫയർ വർക്ക്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോഴേക്കും സമയം